ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയിൽ പ്രത്യേകിച്ച് തീരദേശ സംസ്ഥാനങ്ങളുടെ വികസനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന സമുദ്രോൽപ്പന്ന കയറ്റുമതി മേഖല ഒരു പുതിയ ചരിത്രത്തിലേക്ക് ചുവടുവെക്കുകയാണ്. ആഗോള വിപണിയിലെ രാഷ്ട്രീയ സാമ്പത്തിക മാറ്റങ്ങൾക്കിടയിലും ഇന്ത്യൻ സമുദ്രോൽപ്പന്നങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ, ലോക വിപണിയിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കുകയാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സുമായി പുതുതായി ഒപ്പുവെച്ച വ്യാപാര കരാർ ഈ മേഖലയ്ക്ക് വലിയൊരു ഊർജ്ജമാണ് നൽകുന്നത്. ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതി മേഖല കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളായി മികച്ച വളർച്ചാ നിരക്കാണ് രേഖപ്പെടുത്തുന്നത്. 2024-25 സാമ്പത്തിക വർഷത്തിൽ രാജ്യം ഏകദേശം $745 കോടി റെക്കോർഡ് കയറ്റുമതി കൈവരിച്ചിരുന്നു. എന്നാൽ ഈ വളർച്ചയുടെ പിന്നിൽ നിരവധി ഘടകങ്ങളുണ്ട്. ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ, ശാസ്ത്രീയമായ സംസ്കരണ രീതികൾ, അന്താരാഷ്ട്ര വിപണിയിലെ പുതിയ ബന്ധങ്ങൾ എന്നിവ ഇതിൽ പ്രധാനമാണ്. ഇന്ത്യയുടെ ആകെ സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ 11 മുതൽ 14% വരെ സംഭാവന ചെയ്യുന്നത് കേരളമാണ്. അറബിക്കടലിന്റെ തീരത്തുള്ള കേരളത്തിന്റെ ജൈവ വൈവിധ്യവും കൊച്ചിൻ പോർട്ട് പോലുള്ള ആധുനിക സൗകര്യങ്ങളുള്ള തുറമുഖങ്ങളും ഈ വളർച്ചയ്ക്ക് അടിത്തറയിടുന്നു. കേരളത്തിൽ നിന്നുള്ള കയറ്റുമതിയുടെ കണക്കുകൾ പരിശോധിച്ചാൽ 2 പ്രധാന ഉൽപ്പന്നങ്ങളാണ് വിപണി ഭരിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള ആകെ കയറ്റുമതിയുടെ 34.5% ചെമ്മീനാണ്. ഇതിന് ലോക വിപണിയിൽ, പ്രത്യേകിച്ച് അമേരിക്കയിലും യൂറോപ്പിലും വലിയ ആവശ്യക്കാരുണ്ട്. ഏകദേശം 21.6% വരുന്നത് വിവിധ ഇനം ശീതീകരിച്ച മത്സ്യങ്ങളാണ്. മത്തി, അയല, കണവ, കൂന്തൽ തുടങ്ങിയവ ഇതിൽ പ്രധാനമാണ്. കേരളത്തിലെ 10,000-കണക്കിന് മത്സ്യത്തൊഴിലാളികളുടെയും സംസ്കരണശാലകളിലെ തൊഴിലാളികളുടെയും ഉപജീവന മാർഗം ഈ കയറ്റുമതി മേഖലയുമായി നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അതിനാൽ അന്താരാഷ്ട്ര വിപണിയിൽ ഉണ്ടാകുന്ന നേരിട്ടുള്ള മാറ്റങ്ങൾ പോലും കേരളത്തിന്റെ തീരദേശ സമ്പദ് വ്യവസ്ഥയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്.